ചേച്ചി അത് നമ്മൾ പറഞ്ഞില്ലല്ലോ. അത് ഇതിലില്ലല്ലോ, സ്ക്രിപ്റ്റിലില്ലാത്ത അത് ഞാൻ ചുമ്മാ കൈ നിട്ടതാ. ഇതിപ്പോ മേലെ AC ഒക്കെ ഉണ്ട് നമ്മുടെ ഡൈനിങ് ഹാളിൽ അല്ലേ? അപ്പൊ ചേച്ചി ഈസി ആയിട്ട് ഫുഡ് കഴിച്ചാൽ നമ്മള് ഫുഡ് തണുത്ത് പോകത്തില്ലേ? എല്ലാം റെഡി ആയിട്ടാ കൊണ്ടുവരുള്ളൂ. ഓക്കെ, ഇനി ഈ ഡൈനിങ് ഹാളിന്റെ തൊട്ടപ്പുറത്തായിട്ടാണ് നമ്മുടെ കിച്ചൺ ഏരിയ വരുന്നത് അല്ലേ? ആൻഡ് ഈ റൂമിലെ സെന്റർ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത് ഈ സ്റ്റാൻഡ് ക്ലോക്ക് ആണ്. ഇത് എവിടെ നിന്ന് വാങ്ങിച്ചത്? ആന്റിക് പീസ് ആണോ? ചേച്ചിയുടെ കോൺട്രിബ്യൂഷൻ ആണോ? സെലക്ഷൻ ഇത് തന്നെയാണ്. മൊത്തത്തിൽ അപ്പൊ ചേച്ചിയുടെ സെലക്ഷൻ വലിയ കുഴപ്പമില്ലെന്നാ പറയുന്നത്. ഇഷ്ടാണ്. ഇനി ഈ ഗ്ലാസ് ഇത് പരിപാടികളൊക്കെ എന്താ? ഇത് കാൻഡിൽ ലൈറ്റ് ഡിന്നർ ആണോ ഉദ്ദേശിച്ചത്? ഒരു ഡെക്കർ പീസ് ടേബിളിൽ ഒരു ഡെക്കർ പീസ് ആയിട്ട് രാത്രിയാവുമ്പോ ഞങ്ങൾ ഇതൊക്കെ ഓഫ് ചെയ്ത് കത്തിച്ചിട്ട് നിങ്ങൾ കഴിക്കല്ല ദിവസം ഒരു പാട്ട് എന്നൊക്കെയാണ് ഇതേടെ ആഗ്രഹം. ഇതൊക്കെയാണ് നിങ്ങളുടെ എന്താ പറയാ വീടിന്റെ കാഴ്ചകൾ. പക്ഷെ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാണ്, എല്ലാം ഭയങ്കര നീറ്റ് ആയിട്ടാണ് ഇവര് ഈ പറഞ്ഞ പോലെ വീട്ടിലൊക്കെ നോക്കുന്നത്. ചേച്ചിക്ക് ഞാൻ പിന്നെയും ബിൽഡപ്പ് വരും. അപ്പൊ സോ ഇതാണ് ഞങ്ങളുടെ ഡൈനിങ് ഏരിയ. ഓക്കെ, നമുക്കിനി കിച്ചണിലേക്ക് പോകുന്നതിന് മുന്നേ എന്തായാലും പോണേ ചേച്ചി, വിശക്കുന്നുണ്ട്. എന്തായാലും പോണം. ഇനി ഇവിടുന്ന് നമ്മൾ നേരെ പോകുന്ന കിച്ചണിലേക്കാണ്. ഡൈനിങ് ഹാളിലെ തൊട്ടപ്പുറത്ത് തന്നെ ഇത് ഫുള്ളി എന്റെ സാമ്രാജ്യമാണ്. ഓക്കെ, ഇവിടെ ഇവരാരും പ്രവേശിക്കാറേ ഇല്ല. പ്രവേശന നഹി ഹേ എന്നല്ല, എനിക്ക് ആഗ്രഹമുണ്ട് ഇവര് വരണമെന്ന്. പക്ഷെ ഇവര് കടന്നു തരാറില്ല. ഇതൊക്കെ എപ്പോഴും ഞങ്ങളെ വിളിക്കുന്നതാ ഇവിടെ വന്നിരിക്കാൻ ഒക്കെ പറഞ്ഞിട്ട്. പിന്നെ നിലയ്ക്കിനൊരു ബുദ്ധിമുട്ടാവണ്ടല്ലോ എന്ന് വരാറില്ല. കാര്യം നിലയ്ക്ക് ഒറ്റയ്ക്ക് കുക്ക് ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ഒറ്റയ്ക്ക് കുക്ക് ചെയ്ത് സെർവ് ചെയ്യുന്നത് ഇഷ്ടമല്ല. എനിക്ക് ഒറ്റയ്ക്ക് അടുക്കളയിൽ നിൽക്കുമ്പോ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതാണ് ചേച്ചി ഇവിടെ ഒരു TV ഫിറ്റ് ചെയ്താക്കുന്നതാണോ? സത്യത്തിലതാണ് പുള്ളിക്കാരി. ഈവൻ അതിന് ഈവൻ സൗണ്ട് പുള്ളി അത് അതിനകത്ത് മറ്റേ ഓപ്പൺ സൗണ്ട് ഇല്ലായിരുന്നു. ഞാനതിൽ ബ്ലൂടൂത്ത് സൗണ്ട് മാത്രമേ വെക്കുള്ളൂ. അല്ലാണ്ട് ഭയങ്കര സൗണ്ടിലോട് TV വെക്കാറില്ല. ഞാൻ അതിനകത്ത് ഒറ്റയ്ക്ക് ഞാൻ അടുക്കളയിൽ എന്തെങ്കിലുമൊക്കെ നമ്മൾ കുക്ക് ചെയ്യുന്ന സമയത്ത് എനിക്ക് ഒറ്റയ്ക്ക് നിൽക്കാൻ ഞാൻ പറഞ്ഞില്ലേ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പൊ എന്തെങ്കിലും അവിടെ ഒരു ഒച്ച അനക്കൊക്കെ എനിക്ക് വേണം. അപ്പൊ അതിനുവേണ്ടി ഞാൻ അവിടെ എന്തെങ്കിലും ഒരു സിനിമ എന്തെങ്കിലും ഒന്ന് പ്ലേ ചെയ്തിട്ട് ഇവിടെ നിന്നുണ്ട്. അപ്പൊ ഒരു സിനിമയും കഴിയും, ഇവിടെ കറി ഉണ്ടാക്കലും കഴിയും, പണിയും കഴിയും, ഡാൻസ് കളിച്ചോണ്ട് നമ്മൾ കുക്ക് ചെയ്യുകയും ചെയ്യും അല്ലേ? ഡാൻസ് കളിച്ചോണ്ടല്ല, എനിക്കൊരു എന്താ പറയാ ഒരു ലോൺലി ഫീലിംഗ് ഉണ്ടാവരുത്. അതിന് വേണ്ടിട്ട് ഞാൻ സെറ്റ് ചെയ്തു. ചേച്ചി ഇച്ചിരി ഓളത്തിന്റെ ആളാ എന്ന് തോന്നുന്നു. ജിൽ സൗണ്ട് വേണം. ഭയങ്കര ഇഷ്ടമാണ്, നല്ല ഇഷ്ടമാണ്. എപ്പോഴും വെച്ചു കൊടുത്താൽ അത്രയും നല്ലത്. ഇനി നമ്മൾ ഇവിടെ കടന്നു വരാനുള്ള പ്രധാന കാരണം എനിക്ക് വിശപ്പിന്റെ അസുഖം. എന്തായാലും കേക്ക് എങ്കിൽ കേക്ക്, വിശന്നിട്ട് രക്ഷയില്ല. പ്ലം കേക്ക് അല്ലേ? ഹോം മെയ്ഡോ? ഹോം മെയ്ഡ് ഞങ്ങൾ ഉണ്ടാക്കിയതാണ് ഞങ്ങളെല്ലാം പറയുള്ളൂ. രാത്രി ഉറക്കൊഴിച്ച് നിങ്ങൾ ഗദ്ദാഫിക്ക് തരാൻ വേണ്ടിട്ടല്ലേ സ്പെഷ്യലി മെയ്ഡ്. ഈ തള്ളൊക്കെ തന്നെയാണ് അന്ന് റിയാലിറ്റി ഷോയിൽ ഉണ്ടായിരുന്നത് അല്ലേ? ഇതിനകത്ത് പ്രത്യേക സാധനമുണ്ട്. വേണ്ടിയിരുന്നില്ല, ഇതറിഞ്ഞെങ്കിൽ ഞാൻ ചോദിക്കില്ലായിരുന്നു. ചേച്ചി ഇച്ചിരി വെള്ളം തരുമോ? വെള്ളം കൊടുക്കുന്നത് ചേർന്നില്ല, പരിപ്പൂടെ മതി. ഹോം മെയ്ഡ് ആണോ? അതും ഹോം മെയ്ഡ് ആണ് നിങ്ങൾ പറയുന്നത്. ഏതോ ഹോം ഇന്ന് കുഴപ്പമില്ല. ചേച്ചി ഉണ്ടാക്കുന്ന ചേട്ടൻ ഇഷ്ടപ്പെട്ട വിഭവം? കുടുംബജീവിതത്തിനെല്ലാം അംഗീകരിക്കുന്നതാണ്. ഇപ്പൊ ഒരു ചോദ്യം ചോദിച്ചു, ഞാൻ ഉണ്ടാക്കുന്നതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സംഭവം എന്താണ്? നമ്മൾ എന്ത് എന്താ പറയണേ, ആകെ ഒരു സാധനം മാത്രം അതും കുക്ക് ചെയ്ത് തന്നിട്ടല്ലേ? എന്താ? ഒരു ഇറച്ചി മാത്രം ഇതാ കഴിക്കില്ല. പോർക്കാണോ? പോർക്കിറച്ചി ഇതാ കഴിക്കില്ല, ഞാൻ കഴിക്കുന്ന. ചേട്ടാ അംഗമാലിക്കാർ പോർക്ക് കഴിക്കാൻ പിന്നെ ഇവിടെ എല്ലാ ഫംഗ്ഷൻസിനും വേണം എന്ത് സാധനവും. ഞങ്ങൾ കല്യാണം 18 വർഷമായി. ഇതുവരെ പ്രോമി ഇന്ന് എന്താ കറി വെക്കണ്ടേ, അല്ലെങ്കിൽ പ്രോമിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് എന്താ എന്ന് ചോദിച്ചാൽ അതിനൊരു ഉത്തരം പറയില്ല. ഭാര്യയോട് സ്നേഹമുള്ളതുകൊണ്ട് എന്തുണ്ടാക്കി തന്നാലും അതെന്റെ ഇഷ്ടമാണ്. എന്തുണ്ടാക്കിയാലും ചേട്ടൻ കഴിക്കാറുണ്ടോ?
ചോദിച്ചോക്ക്. പിന്നെ എന്താ ചേച്ചി പ്രശ്നം? അതൊരു നല്ല കാര്യമല്ലേ? പക്ഷെ എന്നാലും ഒരാള് നമ്മളോട് എനിക്ക് ഇന്ന് ഭക്ഷണം കഴിക്കാൻ തോന്നുന്നു, നീ ഒന്ന് ഉണ്ടാക്കി തരുന്നത് ചോദിക്കുന്നത് ഒരു സുഖമല്ലേ? നാളെ എന്താ വേണ്ടെന്ന് ചിലപ്പോ പറഞ്ഞു കൊടുക്കും, ഉണ്ടാക്കി തരും. ഇതുവരെ അങ്ങനെ പറഞ്ഞിട്ടില്ല. ഒന്ന് പറ, ഇപ്പൊ പറയാ കേട്ടാ, ബിരിയാണി പറ. ഞാൻ ഞായറാഴ്ച രാവിലെ ഞായറാഴ്ച മാത്രം, ബാക്കി എല്ലാ ദിവസവും നമുക്ക് ഉച്ചയ്ക്ക് ചോറ് കറികളൊക്കെയാണ്. ഞായറാഴ്ച മാത്രം നമ്മൾ എന്തെങ്കിലും സ്പെഷ്യൽ, ഇപ്പൊ പിള്ളേരൊക്കെ ആണെങ്കിലും ഒരു സൺഡേ ബിരിയാണിയോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഫ്രൈഡ് റൈസോ നൂഡിൽസോ അങ്ങനെ എന്തെങ്കിലും ഒരു ചേഞ്ച് ആയിട്ട് ഉണ്ടാക്കുന്നത് സൺഡേ മാത്രമാണ്. അപ്പൊ സൺഡേ അത് വെക്കുന്നതിന് മുമ്പ് ഞാൻ വെറുതെ ഒന്ന് ചോദിക്കും, പ്രോമി ബിരിയാണി ഉണ്ടാക്കണോ അതോ ചോറ് മതിയോ എന്ന് ചോദിച്ചാൽ, അല്ല എനിക്ക് നൂഡിൽസ്, നമ്മൾ ചോദിക്കുന്നത് എന്താണോ അതിന് ഉത്തരം തരൂല, അതല്ലാത്ത വേറെ എന്തെങ്കിലും അല്ല അടി കിട്ടാത്തതിന് കുഴപ്പം. കല്യാണം കഴിച്ചോ? ഇല്ല. കുടുംബജീവിതത്തിന് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഇവരെന്തോ മനസ്സിൽ ഉദ്ദേശിച്ചിട്ടുണ്ട്, അത് നമ്മളെ കൊണ്ട് പറയിപ്പിക്കണം. അപ്പൊ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യും, എന്താ നീ ഇതെന്തുണ്ടാക്കുന്നോ അത്. ഭയങ്കര ബുദ്ധിപരമായ മൂവാണ്. 20 വർഷം, എത്ര വർഷം? 18 വർഷത്തെ എക്സ്പീരിയൻസ് ആണ്. ഇനി ഈ കിച്ചണിൽ നിന്ന് നേരെ നമ്മൾ പോകുന്നത് മറ്റൊരു ഇവരുടെ ഒരു എന്താ പറയാ, ഒരു നിങ്ങളുടെ മാത്രം ലോകത്തിലേക്കാണ്. നിങ്ങളുടെ മാത്രം ഒരു ഭൂതകാലത്തിലേക്ക്, ഭൂതലോകത്തിലേക്ക്. ഏതാണ് ആ ലോകം? ഇവിടെ എന്താ ഹോം തിയേറ്റർ ആണ് ചേച്ചി അപ്പുറത്തുള്ള? ഹോം തിയേറ്റർ എന്നൊന്നും പറയരുത്, അത് ശരിക്കും അവിടെ ഞങ്ങളുടെ ഒരു യൂട്ടിലിറ്റി ഏരിയ ആണത്. പക്ഷെ ഈ ഒരു കൊറോണയുടെ സമയത്ത് നമ്മളെല്ലാരും വീട്ടിലിങ്ങനെ പെട്ടുപോയ സമയത്ത് ഇപ്പൊ ഒരു ടി വി ഏരിയ കാണിച്ചല്ലോ, അവിടെ നിന്ന് ടി വി കാണുമ്പോഴോ ഞങ്ങൾക്ക് എന്തോ ഒരു സാറ്റിസ്ഫാക്ഷൻ കുറവ്. നമ്മൾ സിനിമകളൊക്കെ ആ സമയത്ത് OTT ഇരുന്ന് കാണാൻ തുടങ്ങിയ ഒരു സമയത്താണ്. അപ്പൊ നമുക്കൊരു ഒരു സാറ്റിസ്ഫാക്ഷൻ കുറവ്, ഞങ്ങൾക്ക് ലൈക്ക് ഒരു ഓളക്കുറവ് എന്ന് പറയില്ല, ആ ഒരു സംഭവം. അപ്പൊ സെറ്റ് ചെയ്തതാണ് ഒരു ഏരിയ, ഒരു തിയേറ്റർ ഏരിയ. ആ ഏരിയയിലേക്ക് പോവാം നമുക്ക്. ഇവിടെ ആണ് അപ്പൊ ഇവര് ഇരുന്ന് ടി വി കാണുന്നത്. ഇപ്പൊ എന്താ നമ്മൾ കണ്ടോണ്ടിരിക്കുന്നത്? പാട്ടാണ്. തിയേറ്ററിൽ ഇരുന്ന് കാണുന്ന ഒരു ഫീല് ഈ റൂമിൽ ഇരുന്നാ കിട്ടും. റോഡനാണ് നീയല്ലേ ഗിറ്റാർ വായിക്കുന്നത്? അത് ഇയാളാ. ഇനി നമ്മൾ നേരെ ഇനി പോകാൻ പോകുന്നത് മേലേക്കാ. കുറച്ച് പടികൾ കയറാൻ പോകണം നമ്മള്. ഓക്കെ, ജീവിതത്തിന്റെ പടികളല്ല, ഈ വീടിന്റെ പടികൾ. മേലെ എന്താ ഉള്ള റൂമാണോ? ഓക്കെ, നമുക്ക് പോയാലോ? ഈ സ്റ്റെയർ ഒക്കെ നമ്മൾ റിനോവേറ്റ് ചെയ്തതിന് ശേഷം പഴയത് തന്നെ. ഒക്കെ പഴയത് തന്നെയാണ്. പെട്ടെന്നൊരു കോൾ, കല്യാണം കഴിച്ചു വന്ന മുറിയാണ്. സോ റൊമാൻറ്റിക് ഓർമ്മകളൊക്കെ ഉണ്ടായിരിക്കും അവിടെ അല്ലേ? ഞങ്ങളുടെ അംഗം ആറാട്ട്. ഇതാണ് നമ്മളുടെ ഫസ്റ്റ് നൈറ്റ് നടന്ന ആ സ്ഥലം. ഇതാണ് അതാണ്. പിന്നെ എന്തിനാ ചേട്ടൻ ചോദിച്ചു വരുന്നുണ്ടോന്ന്? നല്ല ഇത് ഇവിടെ ഈ പറഞ്ഞ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ ആണ് നിങ്ങൾ യൂസ് ചെയ്തേക്കുന്നത്. അതെന്താ ചേട്ടാ റിംഗ് ലൈറ്റ് ഒക്കെ? മറ്റേ സംഭവം അത് പറഞ്ഞപ്പോഴാണ് ഇവർ റീൽ സ്റ്റാർസ് ആണ്. ഇൻസ്റ്റാഗ്രാമിൽ ഭയങ്കര വൈറൽ സ്റ്റാർസ് ആണ് നിങ്ങൾ. എപ്പോഴെങ്കിലും ഒക്കെ ഈ പറഞ്ഞ പോലെ കുട്ടികളുടെ ഒപ്പം ചേട്ടനെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ഞാൻ പറയാം. ഇല്ല നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാം റീൽസ് ഒക്കെ നമ്മൾ എപ്പോഴും ഫോളോ ചെയ്യുന്നതാ. നന്നായിട്ട് നല്ല റീച്ചുള്ള റീൽസ് ഒക്കെ അല്ലേ? നിങ്ങള് കട്ടയ്ക്ക് നിൽക്കുന്ന മക്കളും അച്ഛനും അമ്മയും എല്ലാം ഒരു ഈ പറഞ്ഞ പോലെ. ഇതെന്തത് പുറത്തേക്കുള്ള വാതിലാണോ? പുറത്തേക്കുള്ള വാതിൽ നമുക്ക് കാണാൻ പറ്റും. സോ അപ്പൊ ഞാൻ ചോദിക്കണതല്ല, ഇപ്പൊ ഈ വീടൊക്കെ കണ്ടിട്ട് ഗദ്ദാഫിക്ക് സത്യമായിട്ട് പറയണം, സത്യസന്ധനാണ് ഞാൻ. അത് പറയണം. ഈ വീടിന് എന്ത് പ്രായം തോന്നുന്നുണ്ട്? എത്ര വർഷം പഴക്കം ഉണ്ടാവും ഈ വീടിന്? ഈ വീടിന് ഒരു 6-8 വർഷത്തെ പഴക്കം ഉണ്ടാവോ? ഒന്നുകൂടി ഇച്ചിരി മയപ്പെടുത്തി പറഞ്ഞേ. ഒരു 12. നോ, ഇത് ആക്ച്വലി 45 ഇയേഴ്സ് ഉണ്ട് ഈ വീടിന്. 35 വർഷമായി വീട്. ചേട്ടന്റെ പ്രായമാണ് വീടിന്? എനിക്ക് 35-32 ഉള്ളൂ. എത്ര വർഷം മുൻപ്? സോ ആക്ച്വലി ഇത് ഞങ്ങളുടെ ഞാൻ പറഞ്ഞില്ലേ തറവാടാണ്. സോ ഇത് 45 ഇയേഴ്സ് പഴക്കമുള്ള വീടാണ്. ഇത് നിത അപ്പച്ചനും അമ്മയും വളരെ മനോഹരമായിട്ട് വീട് കൊണ്ടുകിടന്നു. അതിനുശേഷം അത് കറക്റ്റ് ആക്കട കൈ തന്നെ എത്തി.
നിത അത് വളരെ അതിനേക്കാളും പെർഫെക്റ്റ് ആയിട്ട് നിത അത് കൊണ്ടു നടക്കുന്നുണ്ട്. അത് നമ്മൾ കണ്ടു. നല്ല രാത്രി നിത എനിക്ക് സ്പെഷ്യൽ ആയിട്ട് സ്പെഷ്യൽ ഭക്ഷണം മീൻ വറുത്തത് തരാട്ടോ. രാത്രി എനിക്ക് സ്പെഷ്യൽ ആയിട്ട് ഉമ്മ തന്നെ വേണമെങ്കിൽ ഇപ്പൊ തന്നെ കൊടുത്തേര് ചേച്ചി, നമുക്കൊരു എക്സ്ക്ലൂസീവ് സാധനവും കിട്ടും. നമുക്ക് ഈ ബെഡ്റൂമിൽ നിന്ന് ഇതിന്റെ നിങ്ങൾ ഫ്രണ്ടിൽ നിന്ന് കണ്ട ഒരു ഫേസ് ലിഫ്റ്റിംഗ് ഉണ്ടായത് എങ്ങനെയാന്നുള്ളത് കാണിച്ചു തരാം. കാണിച്ചു തരും. കമോൺ. ഇവിടെയാണ് നമ്മളെ സ്മരണകൾ ഉറങ്ങുന്ന ഒരു ഇതൊരു ടെറസ് ആയിരുന്നു, ഇതൊരു ഓപ്പൺ ടെറസ് ആയിരുന്നു ആക്ച്വലി. അപ്പൊ നമ്മളിപ്പോ നിങ്ങൾ ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ ആ ഒരു ഫേസ് ലിഫ്റ്റിംഗ് കണ്ടില്ലേ, അത് സിമ്പിൾ ആയിട്ട് നമ്മൾ വെറുതെ ഇതാണ് എന്റെ ബിസിനസ് കേട്ടോ. എനിക്ക് അയൺ ആൻഡ് സ്റ്റീലിന്റെ ബിസിനസ് ആണ്, അങ്കമാലിലാണ്, പ്രോമി പൈപ്സ് ആൻഡ് ഷീറ്റ്സ് എന്റെ പേര് തന്നെയാണ്. ചെറിയൊരു പ്രൊമോഷൻ ആയിക്കോട്ടെ ഇനി. സോ അപ്പൊ ഇത് ഈ പൈപ്സ് ആൻഡ് ഷീറ്റ്സ് കൊണ്ട് ഞാൻ ചുമ്മാ ചെയ്തതാണ്. അപ്പൊ വീടിന്റെ ഒരു ഭംഗി മാറി. ഈ പിന്നെ നേരത്തെ ഞാൻ പറഞ്ഞില്ലേ 45 വർഷം എന്നുള്ളത് നിങ്ങൾ പറഞ്ഞ 12 വർഷത്തിലേക്കൊക്കെ വന്നു. അതൊക്കെ അല്ല നമ്മളങ്ങനെ കുറച്ചൊരു ഡോർമർ വിൻഡോ ഒക്കെ കൊടുത്ത് ആ ഒരു എലിവേഷൻ വ്യത്യാസം വരുത്തിയാണ്. എനിക്ക് തോന്നുന്നു ഈ വീടിന്റെ ഏറ്റവും ഹൈലൈറ്റ് പുറമേ നോക്കുമ്പോ ഈ എലിവേഷൻ അല്ലേ? കൊള്ളാം. ഇതാ ഹൈലൈറ്റ് ചെയ്ത് പുറത്ത് കാണിക്കുന്നത്. സക്സസ് ആയിട്ട് ചെയ്ത് എടുക്കാൻ പറ്റി. ഓക്കെ. 70 വർഷം ഈ അൽമാരയാണോ? ഇത് അമ്മക്ക്, ഇതൊക്കെ അമ്മയുടെ അമ്മ 70 വർഷമായി ഉണ്ടാവുന്നത്. അമ്മക്ക് ശ്രീധരൻ കൊണ്ടുവന്ന സാധനം എന്റെ മേരിയമ്മ ഞങ്ങളിപ്പോ എന്തായാലും അമ്മക്ക് കിട്ടിയതാണ്. ഇതൊക്കെ ഞാനിങ്ങനെ സൂക്ഷിച്ചു വെച്ചിരിക്കും. പണ്ട് നിങ്ങൾ ഇവിടെ നിന്നിട്ടാണോ മുടിയൊക്കെ ഏറിയിരുന്നത്? പിന്നെ ഇതൊക്കെ ഞങ്ങളേക്കൊള്ളുപരി അമ്മ അത്ര കാര്യമായിട്ട് കിട്ടിയ സാധനം. അമ്മയുടെ ഒരു ഓർമ്മയ്ക്ക് ഇപ്പോഴും നമ്മൾ ഇത് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അമ്മ മരിച്ചിട്ട് ഇപ്പൊ 7 വർഷമായില്ലേ? അമ്മ മരിച്ചിട്ട് 7 വർഷമായി, അപ്പച്ചൻ മരിച്ചിട്ട് 12 വർഷം കഴിഞ്ഞു. ഓക്കെ. സിനിമയിലൊക്കെ നമ്മൾ ഇത് കണ്ടിട്ടുള്ളൂ ഇതുപോലത്തെ ഐറ്റംസ് ഒക്കെ. എന്തായാലും കൊള്ളാം. എന്താ പഠിച്ചിരിക്കുന്ന ഡമ്പലക്കിരിപ്പുണ്ടല്ലോ. ചേട്ടനാണോ? മകളുടെ? സിനിമയിലും സീരിയലും സോഷ്യൽ മീഡിയയിലും ഒരുപോലെ സജീവമാണ് നിത പ്രോമി. ഒരു കാലത്ത് മഴവിൽ മനോരമയിൽ റേറ്റിംഗിൽ മുന്നിൽ നിന്നിരുന്ന റിയാലിറ്റി ഷോയായ വെറുതെയല്ല ഭാര്യയിൽ മത്സരാർത്ഥികളായിട്ടാണ് നിതയും ഭർത്താവ് പ്രോമിയും ലൈംലൈറ്റിന് മുന്നിലേക്ക് എത്തുന്നത്. വെറുതെയല്ല ഭാര്യയിലൂടെ നിതയുടെയും പ്രോമിയുടെയും കുടുംബം പെട്ടെന്ന് തന്നെ കുടുംബ പ്രേക്ഷകർക്ക് പ്രിയങ്കരായി. വെറുതെയല്ല ഭാര്യയ്ക്ക് ശേഷം സിനിമയിലും സീരിയലിലും നിരവധി വേഷങ്ങൾ ചെയ്യാൻ കൂടുതലും അവസരങ്ങൾ ലഭിച്ചത് നിതയ്ക്കാണ്. മമ്മൂട്ടി ചിത്രം പുള്ളിക്കാരൻ സ്റ്റാർ ആയതിൽ നിതയ്ക്കൊപ്പം പ്രോമിയും അഭിനയിക്കുകയും ചെയ്തിട്ടുണ്ട്. മമ്മൂട്ടി ചിത്രത്തിൽ മാത്രമല്ല മോഹൻലാൽ, പൃഥ്വിരാജ് തുടങ്ങിയ സൂപ്പർ താരങ്ങളുടെ സിനിമകളിലും നിത അഭിനയിച്ചു കഴിഞ്ഞു. സോഷ്യൽ മീഡിയയിലും നിത കുടുംബസമേതം സജീവമാണ്. ഇരുവരും 2 ആൺമക്കൾക്കും ഒപ്പം ചെയ്യുന്ന ഡാൻസ്, കോമഡി, റീൽ വീഡിയോകളെല്ലാം തന്നെ വൈറലാകാറുണ്ട്.